ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, റെലവൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ DM തന്നെയാണോ അതോ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീനെയാണോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൊതുവേ ഡിവൈൻ ഫെമിനീനുകളൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയി നിൽക്കുന്ന അവസ്ഥയിൽ എംപാത്തുകളായിരിക്കും, ഓവർ ഗിവിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പാർട്ട്നേഴ്സോ പാരൻസോ ഒക്കെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഈസിയാണ് മറ്റൊരു നാർസിസ്റ്റിക് വ്യക്തിയെ കൂടി നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. സോ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആരാണ് നാർസിസ്റ്റ്, എന്താണ് നാർസിസ്റ്റിക് ട്രെയ്റ്റുകൾ എന്ന് പറയാം. അതിനുശേഷം DM കാണിക്കുന്ന ചില നാർസിസ്റ്റിക് ട്രെയ്റ്റുകളും കൃത്യമായിട്ട് എങ്ങനെ ഒരു നാർസിസ്റ്റിനെയും DMനെയും തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. സോ നാർസിസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ സ്വന്തം പ്രാധാന്യത്തെക്കുറിച്ച് വളരെ അതിശയോക്തിപരമായിട്ടുള്ള തോന്നലുള്ളവർ, അതായത് ബോഡി കോൺഷ്യസ്നെസ്, ഞാൻ ഭയങ്കര സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, എനിക്കൊരുപാട് കഴിവുള്ള വ്യക്തിയാണ്, എന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നു തുടങ്ങിയിട്ടുള്ളൊരു ചിന്ത ഉള്ളവർ. പിന്നെ മറ്റുള്ളവരുടെ പ്രശംസയും ശ്രദ്ധയും നിരന്തരം ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾ, ഇവരെയാണ് നാർസിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ, സാധാരണ പീപ്പിൾസ് ആണെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു അംഗീകാരവും വാലിഡേഷനും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കും. പക്ഷേ നിരന്തരം മറ്റുള്ളവരുടെ ഈ പ്രശംസയിലും അംഗീകാരത്തിലൊക്കെ ജീവിക്കുക, ഡെയിലി ഇത് അവർക്കൊരു മെഡിസിൻ എന്നോണം കിട്ടണം തുടങ്ങിയ ട്രെയ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നാർസിസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇവർക്ക് ആരോടും ആത്മാർത്ഥമായിട്ടുള്ള ഒരു എമ്പതി അല്ലെ സഹതാപം, ഒരു കരുണയോ ഒന്നും ഉണ്ടാവില്ല. സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് മറ്റുള്ളവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി. മറ്റുള്ളവർക്ക് വേദനയാവുമോ, അവർക്ക് വിഷമാവോ, അവരുടെ ലൈഫ് എന്താവും, ഇതിനെ പറ്റിയൊന്നും അവർക്കൊരു ചിന്തയുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നാർസിസ്റ്റുകളുടെ ഒരു സ്വഭാവത്തിൽ പൊതുവേ കാണുന്ന കുറച്ച് ട്രെയ്റ്റ്സ് ഞാൻ പറയാം. ഒന്നാമതായിട്ട് ലവ് ബോംബിംഗ് ആണ്. ഒരു നാർസിസ്റ്റുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പം തുടക്കത്തിലേ തന്നെ അമിതമായിട്ടുള്ള സ്നേഹമാണ്. ലവ് ബോംബ് പോലെയാണ് നമ്മളെ അടുത്തേക്ക് വർഷിച്ചു വരിക. ബന്ധത്തിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങളെ ലോകത്തിൻ്റെ അറ്റത്തോളം പുകഴ്ത്തും. നിങ്ങൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തും. ഭയങ്കര എന്താ പറയുക, അപ്പോൾ നിങ്ങളൊരു മീഡിയം ആവറേജ് സൗന്ദര്യമുള്ള ഒരാളാണെങ്കിൽ അവർ പറയും, എൻ്റെ കണ്ണിൽ നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി. അല്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവമാണ്, സൗന്ദര്യം കൊണ്ട് എന്താ കാര്യം, നിങ്ങളുടെ സ്വഭാവമാണ് ഏറ്റവും വലുത്, നിങ്ങൾ തരുന്ന കെയറിങ് ആണ് ഭയങ്കര സംഭവം. ഈ രീതിയിൽ അമിതമായിട്ടുള്ള പുകഴ്ത്തലുകൾ, അതുപോലെ സമ്മാനങ്ങൾ തരിക, അമിതമായിട്ടുള്ള കെയറിങ് ഉണ്ടാവും. പല കാര്യത്തിലും ഓവറായിട്ട് കെയറിങ്. ഒരു പക്ഷേ നിങ്ങളെ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അവർ കെയർ ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, വിചാരിക്കും ഇവർ നമ്മളെ അത്രയും കെയർ ചെയ്യുന്നത് കൊണ്ടാണെന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റു പല വലിയ വാഗ്ദാനങ്ങളൊക്കെ തരും. അവരോടൊപ്പം അങ്ങനെ ജീവിക്കാം, അവരോടൊപ്പം ഇങ്ങനെ ജീവിക്കാം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ. ഇതൊക്കെ തന്നുകൊണ്ട് നിങ്ങളെ അവരിലേക്ക് പൂർണ്ണമായിട്ടും അട്രാക്റ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടി ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ എങ്ങനെ ജീവിച്ചു പോകും. അടുത്തതായിട്ട് ലാക്ക് ഓഫ് എംപതി എന്ന് പറയാം. സഹതാപം എന്ന് പറഞ്ഞൊരു സംഭവം അവർക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഇവർക്ക് കഴിയില്ല. നിങ്ങളുടെ വികാരങ്ങളെ ഇവർ ഡ്രാമയായിട്ട് ചിത്രീകരിക്കും. അനാവശ്യമായിട്ടുള്ള ഇമോഷണൽ പർജിങ് ആണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ചിത്രീകരിക്കുക. അടുത്തതായിട്ട് ഗ്യാസ് ലൈറ്റിങ് എന്താണെന്ന് പറയാം. നിങ്ങളെ തന്നെ ഒരു സംശയത്തിലാക്കുക. നടന്ന സംഭവങ്ങളെയും കാര്യങ്ങളെയൊക്കെ ഇവർ ബോധപൂർവ്വം തിരിച്ചു പറയും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നിനക്ക് തോന്നുന്നതാണ്, നിനക്ക് ഭ്രാന്താണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഓർമ്മശക്തിയെയും ചിന്തകളെയും നിങ്ങൾ ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ നിങ്ങളെ തന്നെ സംശയിക്കുന്ന അവസ്ഥയിലായിരിക്കും. അതായത് ഇതിപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് എന്നുള്ള രീതിയിൽ, അതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വിക്ടിം കാർഡ് ആൻഡ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയാം. എപ്പോഴും ഇരയായിട്ട് അഭിനയിക്കും. അപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ കുറ്റം നിങ്ങളിലേക്ക് തിരിച്ചുവിടും. ഒടുവിൽ അവരുടെ തെറ്റിന് നിങ്ങൾ മാപ്പ് പറയേണ്ട അവസ്ഥ വരും. അതായത് ഇപ്പോൾ അവർ അടിക്കുകയോ അബ്യൂസീവായിട്ട് പെരുമാറുകയോ ചെയ്തെന്നിരിക്കട്ടെ, അപ്പം അത് നമ്മുടെ ഇന്ന ഒരു പെരുമാറ്റം കാരണമാണ് അവരങ്ങനെ ചെയ്തത്. അവസാനം നമ്മൾ അങ്ങനെ പെരുമാറിയതിന് സോറി പറയേണ്ട അവസ്ഥയിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നീഡ് ഫോർ കൺട്രോൾ എന്ന് പറയാം.
അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു കൺട്രോൾ നിങ്ങളെ പുറത്ത് വേണം. നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കണം, എങ്ങോട്ടൊക്കെ പോകണം, നിങ്ങളുടെ പണം എങ്ങനെയൊക്കെ ചിലവാക്കണം എന്നടക്കം A to Z കാര്യങ്ങൾ, എന്തൊക്കെ ഫുഡ് കഴിക്കണം തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ കൺട്രോളിലായിരിക്കണം എന്ന് ഇവർ വാശി പിടിക്കും. അപ്പോൾ ഇവർ കൺട്രോളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, മിണ്ടാണ്ട് നിൽക്കുകയും നമുക്ക് എനർജി തരാതെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ട് അവരെ കാല് പിടിക്കാൻ പോകും. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്തതായിട്ട് ഒരു സൈക്കിൾ ഓഫ് ബിഹേവിയർ എന്ന് പറയാം. അവരുടെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ദ സൈക്കിൾ ഓഫ് ലവ്, ഡീവാല്യൂ, ഡിസ്കാർഡ്, ഇങ്ങനെയായിരിക്കും. ആദ്യം ലവ് തരും, അമിതമായിട്ട് സ്നേഹിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഡീവാല്യൂ ചെയ്യും, പിന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അടുത്ത വന്നിട്ട് ഡിസ്കാർഡ് ചെയ്യും, നിങ്ങളെ ആവശ്യമില്ലാത്ത പോലെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾ ഇവരെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചോ, അപ്പോൾ അവർ ഹൂവറിങ് കൊണ്ടുവരും. നിങ്ങൾ പൂർണ്ണമായിട്ട് അകന്ന് പോവാതിരിക്കാനായിട്ട് വീണ്ടും സ്നേഹത്തോടെ വരും. അവരിട്ട് മര്യാദയ്ക്ക് കൂടെ നിൽക്കുകയില്ല, നിങ്ങളായിട്ട് അകന്ന് പോകാൻ സമ്മതിക്കുകയില്ല. കൂടെ നിന്നുകൊണ്ട് നിങ്ങളെപ്പോഴും എന്തായിരിക്കും, കുറ്റപ്പെടുത്തുകയും നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുകയും നിങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിൽ അവരെ ചിത്രീകരിക്കും. അവരെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സെൽഫ് ലവോ സെൽഫ് വർത്തോ ഗ്രോത്തോ ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ അന്നന്ന് അയ്യോ ഞാൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിലായിരിക്കും മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഒരു അൺഹീൽഡ് DM നാർസിസ്റ്റിക്കിൻ്റെ ഒരുപാട് പെരുമാറ്റങ്ങൾ കാണിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നാർസിസ്റ്റിക് പേഴ്സൺ കാണിക്കുന്ന വളരെ അതുപോലെ തന്നെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ DM കാണിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ DMനെയും നാർസിസ്റ്റിക് പേഴ്സണെയും തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അൺഹീൽഡ് DM കാണിക്കുന്ന ലക്ഷണങ്ങൾ ശരിക്കും നമുക്ക് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നതെന്ന് ഞാൻ പറയാം. ഒരു DM പൂർണ്ണമായിട്ടും അവേക്കൻ ആവാത്ത അവസ്ഥയിൽ, അൺഹീൽഡ് സ്റ്റേറ്റിൽ അവരുടെ ഈഗോയെയും മാസ്കുകളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ചില പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെ ഡിഫൻസ് മെക്കാനിസംസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നാർസിസം പോലെ തോന്നിപ്പിക്കുന്നത്. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് DM കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇമോഷണലി അൺഅവൈലബിൾ അല്ലെങ്കിൽ അവോയ്ഡൻ്റ് ആയിട്ടിരിക്കും. പിന്നെ ഒന്ന് റണ്ണിങ് അഥവാ ഗോസ്റ്റിംഗ് എന്ന് പറയാം. വേറൊന്നുള്ളത് ഡിഫെൻസീവ്നെസ്, സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനുള്ള മടി. മറ്റൊന്ന് ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ DM കാണിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിലൊന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ നാർസിസ്റ്റിക് ട്രേറ്റുമായിട്ട് വളരെയധികം ബന്ധമുള്ള കാര്യങ്ങളാണ്. ഒരു നാർസിസ്റ്റിക് പേഴ്സണും ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ ഞാൻ DMും നാർസിസ്റ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ പറയാം. പുറത്തേക്ക് നോക്കുമ്പോൾ വളരെയധികം സാമ്യം തോന്നുമെങ്കിലും ഇവരുടെ ഇൻറ്റൻഷൻ ബേസിലാണ് വലിയൊരു ചേഞ്ച് വരുന്നത്. അത് നിങ്ങൾക്ക് ആ എനർജി തീർച്ചയായിട്ടും സെൻസ് ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, 5 കാര്യങ്ങളിലാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ആദ്യമായിട്ട് ഇൻറ്റൻഷൻ വൈസ് നോക്കാം. അൺഹീൽഡ് DM ആണെങ്കിൽ ഫിയറും ഈഗോയും കാരണമാണ് അവർ അകന്നു പോകുന്നത്. അവർക്ക് നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. എന്നാൽ നാർസിസ്റ്റുകൾ ആണെങ്കിൽ അങ്ങനെയല്ല. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോൾ എടുക്കുക, നിങ്ങളിലൊരു അധികാരം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ എനർജി ഊറ്റിയെടുക്കുക, സപ്ലൈ അല്ലേ. ഇതൊക്കെയാണ് നാർസിസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാ രീതിയിലും തകർക്കണം എന്നുള്ളൊരു ഉദ്ദേശം, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകണം, തകർന്ന് തരിപ്പണാവണം എന്നുള്ളൊരു ഉദ്ദേശം നാർസിസ്റ്റിക് പേഴ്സൺ ഉണ്ടാകും. എന്നാൽ DMന് ഒരിക്കലും ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവുകയില്ല. അവരകന്നു പോകുന്നത് അവരുടെ തന്നെ ഉള്ളിലുള്ള ഫിയറും ഈഗോയും ഇൻസെക്യൂരിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എംപതി ലെവലിൽ ഇവരെന്താ ചെയ്യുന്നത് നോക്കാം. DMൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള സ്നേഹവും വികാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഇവരത് പ്രകടിപ്പിക്കാൻ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരുതരം ഈ DMൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫിയർ ബേസ്ഡ് അവോയ്ഡൻ്റ് ആണ്. അവർ അവോയ്ഡ് ചെയ്യുന്നത് ഫിയറിലായിരിക്കും. എന്നാൽ നാർസിസ്റ്റുകൾ വെറും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരായിരിക്കും. ഇവർക്ക് മറ്റുള്ളവർ, അതായത് നാർസിസ്റ്റ് പേഴ്സണ് ഒരിക്കലും ഒരു എമ്പതി ഉണ്ടാവില്ല. മനസ്സിൽ ഒരു തരത്തിലുള്ള സാതാപമോ മറ്റു വ്യക്തികളുടെ ഇമോഷൻസിനോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ബഹുമാനമോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ ഇമോഷൻസ് എന്തായാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് നാർസിസ്റ്റിക് പേഴ്സൺ ഉണ്ടാവുക. ഓക്കെ,
അടുത്തതായിട്ട് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ മാറ്റം, വളർച്ച എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഡി എമ്മും നാർസിസ്റ്റും തമ്മിൽ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കുറച്ച് സമയം എടുക്കുമെങ്കിലും ട്രിഗറുകളിലൂടെ സ്വയം തിരിച്ചറിവിലേക്ക്, അവയർനെസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഡി എം. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു ഡി എം കാണിച്ച ഒരു കൺട്രോൾ ഇഷ്യൂ അല്ലേ, ആ കൺട്രോൾ ഇഷ്യൂവിനെ ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്ത് ഞാൻ സെൽഫ് വർത്തിലും സെൽഫ് ലവിലേക്ക് ഇരുന്നപ്പം അത് ചേഞ്ച് വന്നു. അവർക്ക് മനസ്സിലായി, ഡി എമ്മിന് മനസ്സിലായി എന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു വ്യക്തിയെ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ചേഞ്ച് ചെയ്ത് വരികയാണ് ഉണ്ടായത്. എന്നാൽ ഒരു നാർസിസ്റ്റിക് പേഴ്സൺ ആണെങ്കിൽ അവർ സ്വന്തം തെറ്റ് അംഗീകരിക്കില്ല, അവർ പറഞ്ഞ നിലപാട് ഒരിക്കലും മാറ്റില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു നാർസിസ്റ്റിക് പേഴ്സൺ ആയിട്ടുള്ള വ്യക്തി മാറുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഓക്കെ, അടുത്തതായിട്ട് ഒരു പെരുമാറ്റ രീതിയിലുള്ള ഒരു പാറ്റേൺ പറയാം. ഡി എം ആണെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ്, വികാരങ്ങളുടെ തീവ്രത ഒക്കെ ഭയന്ന് ഒളിക്കലാണ് ഉണ്ടാകുന്നത് അല്ലേ, ഫിയർ ഓഫ് വൾണറബിലിറ്റി എന്ന് പറയാം. എന്നാൽ ഒരു നാർസിസ്റ്റിക് പേഴ്സൺ എൻ്റെ അടുത്താണെങ്കിൽ നമ്മളൊരു പ്രത്യേകതരം സൈക്കിളിൽ പെടും. ലവ് ബോംബിംഗ്, ഡിവാലുവേഷൻ, ഡിസ്കാർഡ്, ഹൂവറിങ്. ഇതിങ്ങനെ വീണ്ടും 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 വരും. ലവ് ബോംബിംഗ്, ഡിവാലുവേഷൻ, ഡിസ്കാർഡ്, ഹൂവറിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ, എന്താ ലവ് ബോംബിങ്, എന്താ ഡിവാലുവേഷൻ, ഡിസ്കാർഡ്, ഹൂവറിങ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് നാർസിസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചാനലിൻ്റെ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരത്തിലുള്ള പേഴ്സണൽ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതെന്നൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്നുകൂടി പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡി എം ആണോ കൂടെയുള്ളത്, നാർസിസ്റ്റ് ആണോ നിങ്ങൾ അട്രാക്ട് ചെയ്ത വ്യക്തി എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. വ്യക്തി ആരായാലും, ഡി എം ആണെങ്കിലും നാർസിസ്റ്റ് ആയാലും നിങ്ങളുടെ പാർട്ട്ണർ ആയാലും ഒക്കെ നിങ്ങളുടെ മാനസികാരോഗ്യവും ആത്മാഭിമാനമാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കുക. എനർജി തിരിച്ചു പിടിച്ചേ പറ്റൂ. ഡിറ്റാച്ച് യുവർ എനർജി എന്നുള്ളതാണ്. അവരുടെ പെരുമാറ്റത്തെ വിശകലനം ചെയ്യുന്നതിനും അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനും പകരം നിങ്ങളുടെ എനർജി പൂർണ്ണമായിട്ടും സ്വന്തം ജീവിതത്തിലേക്കും ഇന്നർ വർക്കിലേക്കും തിരിച്ചു വെക്കുക. നമ്മൾ ഒരുപാട് കാലം അവരുടെ പിന്നാലെ നടന്ന എക്സ്പെക്റ്റേഷനോടുകൂടി ഇവർ ഇന്ന് മാറും, ഇന്ന് നാളെ മാറും എന്നൊക്കെയുള്ള രീതിയിൽ പിറകെ നടന്ന് അവയർനെസ് കൊടുക്കാനും ഉപദേശിക്കാനും ഹീലിംഗിലേക്ക് തിരിച്ചു വിടാനൊക്കെ ശ്രദ്ധിക്കും അല്ലേ. അതിനോടൊന്നും കാര്യമില്ല. അവർക്ക് അവരുടേതായ ടൈമുണ്ട്. ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ അവരുടെ ടൈമിൽ അവർ ചേഞ്ച് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടും സ്വന്തം ലക്ഷ്യങ്ങൾക്ക് പുറകെ ആണ് പോകേണ്ടത്. റിലേഷൻഷിപ്പുകൾക്ക് പുറകെ അല്ല, നമ്മൾ ഗോള് സെറ്റ് ചെയ്യുകയും അതിന് പുറകെ വർക്ക് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ഫാൾസ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കും നിങ്ങൾ പലരും, അവൻ എൻ്റെ ഡി എം ആണ്, അതുകൊണ്ട് ഞാൻ ഈ ഉപദ്രവം സഹിക്കണം. ഇങ്ങനെ ഒരിക്കലും കരുതരുത്. അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എനർജി കിട്ടില്ല, വിട്ടുപോയാൽ എനിക്ക് താങ്ങാനാവില്ല, ഒരു കാര്യം ശരിയാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയിൽ നിൽക്കാൻ പഠിക്കുന്നില്ല, അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ്. സോ അവർ തരുന്ന അബ്യൂസീവുകളും ഉപദ്രവങ്ങളും കൺട്രോളിങ് കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും സഹിക്കാൻ പാടില്ല. അത് ഏതൊരു വ്യക്തിയായിട്ടുണ്ടെങ്കിലും അബ്യൂസ് ഏതിൻ്റെ പേരിലായാലും അത് അംഗീകരിക്കാൻ പാടില്ല. ഇനി ഒന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും ബൗണ്ടറീസൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് എന്താണ് സ്വീകാര്യം, എന്താണ് അസ്വീകാര്യം എന്ന് വ്യക്തമായിട്ട് പറയുക. ഉദാഹരണത്തിന് ബഹുമാനമില്ലാത്ത പെരുമാറ്റവും നിശബ്ദത പാലിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, സൈലന്റ് ട്രീറ്റ്മെൻറ്റ് എനിക്ക് പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ, അതായത് കൃത്യമായിട്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുമ്പോൾ മാത്രം കോണ്ടാക്റ്റിൽ വരിക. അതല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. അടുത്തതായിട്ട് നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലോ കോണ്ടാക്റ്റ് പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മാനസിക സമാധാനം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ സ്വയം സേഫ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യം മാത്രം സംസാരിക്കുകയോ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ലേബലുകൾ എന്തൊക്കെ തന്നെയായാലും ഡി എം അല്ലെങ്കിൽ നാർസിസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് നിരന്തരം അപമാനം, മാനസിക വേദന, സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടൽ എന്നിവ മാത്രമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവിടെ നിന്ന് സ്വയം പിന്മാറുകയും സ്വന്തം സ്നേഹത്തിലേക്ക്, സെൽഫ് ലവിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എനർജി വിഡ്രോ ചെയ്യുമ്പം അതൊരിക്കലും എന്താവരുത്,
അതിനകത്ത് വേറെ ഒരു ഉദ്ദേശവും പാടില്ല. എനർജി വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹീലിങ്ങിനും നിങ്ങളുടെ മാനസിക സുരക്ഷയ്ക്കും വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ മാത്രം. നാർസിസ്റ്റിനെ ഒരു പാഠം പഠിപ്പിച്ചേക്കാം എന്നൊന്നും കരുതി നിങ്ങൾ ഒരിക്കലും എനർജി പിൻവലിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് അലീനാവാനും റൂട്ടീൻ സെറ്റ് ചെയ്യാനും ജീവിതം മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കണം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിൽ നടത്തിവരുന്ന ഇന്നർ വർക്ക് കോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ബന്ധപ്പെടാം. പേഴ്സണൽ ഹീലിംഗ്, ആകാശിക് റെക്കോർഡ് റീഡിങ്, ടിൻ ഫ്ലെയിം ജേണിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഇന്നർ വർക്കുകൾ, മറ്റു ഹീലിങ്ങുകളൊക്കെയുള്ള ഒരു ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. താങ്ക്